പട്ടടക്കൽ നിന്ന് 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രമാണിത്. ജൈന നാരായണ ക്ഷേത്രമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡിൽ കണ്ടത്. പട്ടടക്കൽ എന്ന ഗ്രാമത്തിലെ നെൽവയലുകൾക്കും തെങ്ങിൻ തോപ്പുകൾക്കുമിടയിൽ ചുവന്ന സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച മനോഹരമാണ്. ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ നിർമ്മിതിക്ക് മുഖമണ്ഡപവും രംഗമണ്ഡപവും ഗർഭഗൃഹവുമുണ്ട്. 2 നിലയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ ശൈലിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരായിരുന്നു. ചാലൂക്യരെ പിന്തുടർന്ന് കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന ഡക്കാൻ ഭാഗത്ത് 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ വെന്നിക്കൊടി പാറിച്ചവരായിരുന്നു ഇവർ. മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന രവിയുടെയും കൂട്ടുകാരുടെയും താല്പര്യപ്രകാരമാണ് ഞാനിവിടെ എത്തിയതെന്ന് പറയാം. അവരെ 3 പേരെയും നമുക്കിവിടെ കാണാം. Okay. This is Vinayak. Hi. 16 തൂണുകളിലാണ് മുഖമണ്ഡപത്തെ താങ്ങി നിർത്തുന്നത്. രംഗമണ്ഡപത്തിൻ്റെ മുന്നിലെ വാതിലിന് ഇരുഭാഗത്തും വലിയ ആനകളെയും സവാരിക്കാരെയും കൊത്തിവെച്ചിട്ടുണ്ട്. രംഗമണ്ഡപത്തിലും ഗർഭഗൃഹത്തിലും വെളിച്ചക്കുറവുണ്ട്. കൂടാതെ അകത്ത് വവ്വാലിൻ്റെ തീക്ഷ്ണമായ ഗന്ധവും. തൂണുകൾ വലുതാണെങ്കിലും കൊത്തുപണികൾ താരതമ്യേന കുറവാണ്. ജനവാതിലുകളുടെ ഡിസൈൻ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഒരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. കൂടാതെ മുകളിലേക്ക് കയറാനായി ഒരു കൽക്കോണിയും ഇവിടെ കാണാം. പട്ടടക്കൽ യുനെസ്കോ പൈതൃക ക്ഷേത്രങ്ങൾ കാണാനെത്തുന്നവരിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇവിടെ കാണാനെത്തുന്നുള്ളൂ. ഐഹോളിൽ നിന്ന് പട്ടടക്കലേക്കുള്ള യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ താല്പര്യത്തിലാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ലിസ്റ്റിലില്ലാത്ത ഈ ക്ഷേത്രം കൂടി കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ ഇവിടെ നിന്നും പുറത്തിറങ്ങിയത്. പിന്നീട് ക്ഷേത്രത്തിന് ചുറ്റുമൊന്ന് നടന്നു നീങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ചാലൂക്യരുടെ ക്ഷേത്ര നിർമ്മാണത്തിന് പേര് കേട്ട മഹാകൂട്ട ക്ഷേത്ര കോംപ്ലക്സ് കാണാനാണ്. ബദാമിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രങ്ങളാണ് മഹാകൂട്ടേശ്വര ക്ഷേത്രങ്ങൾ. ദക്ഷിണ കാശി എന്നും ഈ ക്ഷേത്രങ്ങളെ അറിയപ്പെടുന്നു. ബദാമിയിലെ ചാലൂക്യ രാജാക്കന്മാർ 6-7 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ. 10-ലേറെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. വൃക്ഷലതാദികളാൽ സമ്പന്നമായ മഹാകൂട്ട ഗ്രാമത്തിലെ ഈ പ്രാചീന നിർമ്മിതികൾ കാണേണ്ടത് തന്നെയാണ്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര നിർമ്മാണ ശൈലികൾ കടമെടുത്തും അവ സ്വാംശീകരിച്ച് വിഭിന്നമായ ക്ഷേത്ര നിർമ്മാണ ശൈലികൾ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് മഹാകൂട്ട ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾ മഹാകൂട്ടേശ്വര ക്ഷേത്രവും മല്ലികാർജുന ക്ഷേത്രവുമാണ്. ധാരാളം തീർത്ഥാടകർ എത്തുന്ന ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം വളരെ ശ്രദ്ധേയമാണ്. മഹാകൂട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നവർ നിർബന്ധമായും ബദാമി കൂടി കാണേണ്ടതാണ്. എന്നാൽ ചാലൂക്യരുടെ സാംസ്കാരികവും മതപരവുമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ഐഹോളിലെ ക്ഷേത്ര സമുച്ചയവും പട്ടടക്കലിലെ യുനെസ്കോ പൈതൃക ക്ഷേത്രങ്ങളും ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. കരിങ്കല്ല് കൊണ്ടും റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടും നിർമ്മിച്ച ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ നന്ദി വിഗ്രഹങ്ങൾ കാണാം. അവ പല വലിപ്പങ്ങളിൽ. കൊത്തുപണികൾക്കൊന്നും യാതൊരു കുറവും ഇവിടെ വരുത്തിയിട്ടില്ല. മഹാകൂട്ടേശ്വരർ ദക്ഷിണേന്ത്യൻ ശൈലിയിലും
കൂടാതെ ഉത്തര ദക്ഷിണ ക്ഷേത്ര നിർമ്മാണ രീതിയെ സംയോജിപ്പിച്ചുകൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ ഉള്ള ഒരു കോംപ്ലക്സ് ആയതിനാൽ കുറച്ച് സമയമെടുത്തുകൊണ്ട് മാത്രമേ മുഴുവൻ ക്ഷേത്രങ്ങളും കണ്ടു തീർക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് ചുറ്റുമൊന്ന് നടന്നു നോക്കാം. ഇവിടെ എത്തുന്ന ഭക്തർക്കായി ഒരുക്കിയ ഒരു ക്ഷേത്രക്കുളവുമുണ്ട്. വിഷ്ണു പുഷ്കരണി എന്നാണ് ഇതിൻ്റെ പേര്. ഈ പുഷ്കരണിയുടെ ഒരു വശത്ത് ഭിത്തിക്കുള്ളിലെ ഗുഹയിൽ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. നീന്തുന്നവർ പലരും ഊളിയിട്ട് ശിവലിംഗം തൊട്ട് വരുന്നത് കാണാം. ഇതൊരു പ്രത്യേകത തന്നെയാണ്. നിലക്കാത്ത ഉറവുകളുള്ളതിനാൽ പുഷ്കരണിയിൽ നിന്ന് വെള്ളം ചാലുകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും കാണാം. ക്ഷേത്രം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചാളുകൾ ചില വഴിപാടുകൾ ചെയ്യുന്നത് കണ്ടു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് സന്താന ഭാഗ്യമില്ലാത്തവർക്കുള്ള പ്രത്യേകതരം പൂജയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്.